ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് വൈദേകം റിസോർട്ടിലെ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയ്ക്ക് തൊട്ടു പിന്നാലെ. കഴിഞ്ഞ വർഷം മാർച്ച് 1-നായിരുന്നു ഇപിയുടെ കുടുംബത്തിന് ഓഹരിയുള്ള വൈദേകം റിസോർട്ടിൽ IT വകുപ്പിന്റെ പരിശോധന. മാർച്ച് 5-നായിരുന്നു ജാവദേക്കറുമായുള്ള ഇപിയുടെ കൂടിക്കാഴ്ച. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെലിക്സ്, ഈ കൂടിക്കാഴ്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കൂടിക്കാഴ്ച നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് EP ജാവദേക്കറെ കാണുമ്പോൾ മറ്റൊരു ഭാഗത്ത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന ഒരു ജാഥ തൃശ്ശൂരിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ആ ജാഥയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല കൺവീനർ. അത് തന്നെയാണ് ഇപിയുടെ ഈ വിവാദ കൂടിക്കാഴ്ച രാഷ്ട്രീയമായി ഇപിയെ കൂടുതൽ പ്രതിരോധത്തിൽ നിർത്തുന്നതാണ്. ഇപി തന്നെ സമ്മതിക്കുന്നു, കഴിഞ്ഞ വർഷം മാർച്ച് 5-നാണ് താൻ ഈ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ്. അതായത് മാർച്ച് ആ ദിവസമാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ജാഥ തൃശ്ശൂരിലെത്തുന്നത്. ഈ ജാഥ കാസർഗോഡ് തൊട്ട് തുടങ്ങി തൃശ്ശൂർ വരെ എത്തുമ്പോൾ ഇപി ഒരിടത്തും പങ്കെടുക്കാൻ തയ്യാറായിരുന്നില്ല. കണ്ണൂരിലെത്തുമ്പോൾ, സ്വന്തം ജില്ലയായ കണ്ണൂരിലെത്തിയപ്പോൾ പോലും ഇപി കണ്ണൂരിലുണ്ടായിരുന്നു. പക്ഷേ ഈ ജാഥയിൽ ഒരിടത്ത് പോലും പങ്കെടുക്കാൻ ആ സമയത്തൊന്നും തന്നെ ഇപി തയ്യാറായിരുന്നില്ല. അതായത് MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയത് മുതൽ, തന്നെക്കാൾ ജൂനിയറാണ് MV ഗോവിന്ദൻ, അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയത് മുതൽ ഇപി പല രീതിയിലും പാർട്ടി നേതൃത്വത്തോട് നീരസം പ്രകടിപ്പിച്ചിരുന്നു, വിട്ടുനിന്നിരുന്നു. അതിൻ്റെ ഫലമായി പങ്കെടുക്കാൻ പോലും തയ്യാറായില്ല. ആ സമയത്താണ്, അതായത് സംസ്ഥാന സെക്രട്ടറി നടത്തുന്ന ജാഥയിൽ പങ്കെടുക്കാതെ പകരം BJP നേതാവുമായി EP ജയരാജൻ തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തിയത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിച്ച പോലെ തന്നെ മാർച്ച് 1-നാണ് വൈദേകം റിസോർട്ട്, ഇപിയുടെ ഭാര്യയ്ക്കും മകനും ഓഹരി പങ്കാളിത്തമുള്ള വൈദേകം റിസോർട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടത്തുന്നത്. ആ റെയ്ഡ് കഴിഞ്ഞ് 4 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു കൂടിക്കാഴ്ച പ്രകാശ് ജാവദേക്കറുമായി EP നടത്തുന്നത് എന്നതും രാഷ്ട്രീയപരമായി ഏറ്റവും പ്രധാനമുള്ള ഒന്ന് തന്നെയാണ്. ഏതായാലും EP ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദീകരണത്തിനൊന്നും തന്നെ തയ്യാറാവുന്നില്ല. ഈ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം സംസാരിച്ചില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ്. ഇതിന് പിന്നിൽ ചില ഗൂഢാലോചനയുണ്ട് തനിക്കെതിരെ എന്നൊക്കെ പറഞ്ഞ് EP മാറുമ്പോഴും EPയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തുന്ന സമയവും ആ കൂടിക്കാഴ്ചയിൽ മറ്റ് പാർട്ടി നേതൃത്വത്തിനുള്ള വലിയ രീതിയിലുള്ള അതൃപ്തിയും ഒക്കെ തന്നെ EPയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതിരോധത്തിൽ നിർത്തുന്നതാണ്. ഒപ്പം തന്നെ നാളെ സംസ്ഥാന സെക്രട്ടറി യോഗം ചേരാനിരിക്കെ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് EP സസ്പെൻസായി വെച്ചിരിക്കുകയാണ്. അതായത് MV ഗോവിന്ദൻ്റെ ജാഥയിൽ പങ്കെടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു സസ്പെൻസ് ഉണ്ടായിരുന്നു EPക്ക്. ഏറ്റവും ഒടുവിൽ തൃശ്ശൂരിന് ശേഷമാണ് EP പങ്കെടുക്കാൻ തയ്യാറായത്. അതുപോലെ നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിനും കൃത്യമായി ഉത്തരം പറയുന്നില്ല. അത് മാധ്യമങ്ങളുടെ ഒരു അജണ്ടയാണ് ആ ചോദ്യത്തിന് പിന്നിൽ എന്ന് പറഞ്ഞ് EP ഒഴിഞ്ഞു മാറുകയാണ്. ശരി, ഞാൻ ഫെലിക്സിലേക്ക് മടങ്ങി വരാം. EP ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച അത് തന്നെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയം മുൻപ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. EP ജയരാജനുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചില്ല. ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ച ഫെലിക്സ്, എന്തായാലും നാളെ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ ഒരു വിഷയം, ഈ കൂടിക്കാഴ്ച ചർച്ചയാകുമെന്ന് തോമസ് ഐസക് അടക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പുമാണ്. ഒരു കാര്യം, ഇതിൽ EP പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇപ്പോഴും EP കണ്ണൂരിൽ തന്നെയാണോ ഉള്ളത്? EP കണ്ണൂരിലുണ്ട്, EP വീട്ടിലും മറ്റ് പരിപാടികൾ. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ EPക്ക് ഒരു അസുഖബാധിതനെ കാണാനുണ്ട്. അങ്ങനെ EP അല്പം മുമ്പാണ് വീട്ടിൽ നിന്നും ഇറങ്ങി ആ പരിയാരത്തേക്ക് പോയത്. ഇനിയിപ്പോൾ EP നാളെയാണ് ഇതിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നുള്ളത്. അപ്പോൾ പങ്കെടുക്കുമോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന രീതിയിൽ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് EP ചെയ്തത്. ഏതായാലും നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ ആര്യ പറഞ്ഞതുപോലെ തന്നെ തോമസ് ഐസക് അടക്കം ഈ വിഷയത്തിൽ EPക്കെതിരെ നിലപാട് ഉയർത്തിയിരുന്നു. മാത്രമല്ല മുഖ്യമന്ത്രി തന്നെ പരസ്യമായി EPയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റ് നേതാക്കൾക്കും EPക്കെതിരെ ഈ ആരോപണം ഉന്നയിക്കുന്നതിൽ ഒരു ഊർജ്ജമുണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. അങ്ങനെ വരുമ്പോൾ EP എടുക്കുന്ന നിലപാട് വളരെ പ്രധാനമാണ്. ഈ LDF കൺവീനർ എന്ന സ്ഥാനത്ത് EP ഇനിയും തുടരുമോ? EPക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുമ്പോൾ, പ്രത്യേകിച്ചും കണ്ണൂരിൽ നിന്നുള്ള നേതാവാണ് EP ജയരാജൻ. കണ്ണൂരിൽ BJPയെ നേരിട്ട് പല രീതിയിൽ, അതായത് BJPയുമായി മുഖാമുഖം എതിരിടുന്ന പാർട്ടിയാണ് CPM. മാത്രമല്ല അത് ഒരുപാട് രക്തസാക്ഷികളടക്കമുള്ളൊരു പാർട്ടി. അങ്ങനെ ഒരു നാട്ടിൽ നിന്നൊരു നേതാവ്, അതും കേന്ദ്ര കമ്മിറ്റി അംഗം, ഒരു BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തുന്നത് അണികൾക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയാണ്. അണികൾക്കടക്കം അതിൽ വലിയ അതൃപ്തിയുണ്ട്. എന്തിന് EP കൂടിക്കാഴ്ച നടത്തേണ്ട ആവശ്യം എന്താണെന്ന ചോദ്യം അണികൾക്കിടയിലടക്കം ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ, ഈ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ പാർട്ടിക്ക് മറുപടി പറയേണ്ടതായി വരും. EP ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ
നടത്തുമ്പോൾ പാർട്ടിയുടെ അറിവില്ലാതെ എന്തിനിങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തുന്ന ചോദ്യത്തിന് EP തന്നെ മറുപടി പറയേണ്ടി വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ MP ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം EP സംസ്ഥാന സമിതി യോഗങ്ങളിൽ CPM-ന്റെ നേതൃയോഗങ്ങളിൽ പലപ്പോഴും EP പങ്കെടുക്കാറില്ലായിരുന്നു. ഇനിയിപ്പോൾ നാളെ പങ്കെടുക്കുമെന്നതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നാളെ പങ്കെടുക്കണമെങ്കിൽ ഇന്ന് വൈകുന്നേരം EP കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ EP പോകുമോ ഇല്ലേ എന്ന കാര്യത്തിൽ ഒരു മറുപടി പറയാൻ തയ്യാറാവുന്നില്ല. വീട്ടിലും സമീപ പ്രദേശങ്ങളിലുമായി EP ഇപ്പോഴും ഉണ്ട്. മറ്റ് പരിപാടികളൊക്കെ തന്നെ EP പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ അതേസമയം EP പോയാൽ തന്നെ LDF കൺവീനർ സ്ഥാനം സംബന്ധിച്ചുള്ള മറ്റ് മുന്നണികളുടെ മറ്റു പാർട്ടികളുടെ നിലപാടും വളരെ പ്രധാനമാകും.